ഹായ് എവ്രിബഡി, എൻ്റെ പേര് അമിത് പി ജോർജ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എ വി ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പുതിയ ബ്രാൻഡാണ്. നമ്മുടെ ബ്രാൻഡിനകത്ത് നമ്മൾ RAK ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിനു മുമ്പ് നിറ്റ്കോ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഈ മെറ്റീരിയലാണ് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഐറ്റത്തിന്റെ പേരാണ് കെറോനൈറ്റ്. കെറോനൈറ്റ് എന്ന് പറയുമ്പോൾ കജാരിയുടെ പല പ്രൊഡക്റ്റിന്റെയും പേരുകളുമായിട്ട് ഒരു സാമ്യമുണ്ട്. പക്ഷേ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു വളരെ പുതിയ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് കെറോനൈറ്റ്. അപ്പം കെറോനൈറ്റിന്റെ പ്രൊഡക്ട്സിനെ കുറിച്ച് എടുത്തു പറയാനാണെങ്കിൽ ഡിസൈൻസിലോ കളറിലോ കാര്യങ്ങളിലോ ഒന്നും ഒരു വലിയ പ്രത്യേകത ഇല്ല. പക്ഷേ ഈ കമ്പനിയിൽ പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ ബ്രാൻഡ് ഇക്വിറ്റി, അതായത് ഈ പേര് നമ്മൾ ഇന്ന് കെറോനൈറ്റ് എന്ന് വളരെ സിമ്പിളായിട്ട് പറയുന്ന ഈ പേര് അടുത്ത ഒരു 5 വർഷത്തിനകം ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായിട്ട് വരാൻ പോകുന്ന ഒരു കമ്പനിയാണ്. അത് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്ക് കെറോനൈറ്റ് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പം ഇന്ന് ഇത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഒറ്റയടിക്ക് നമ്മുടെ കയ്യിൽ ഏറ്റവും കുറഞ്ഞ ഒരു 15 SKU എൻ്റെ ചുറ്റും നിങ്ങൾക്ക് കാണാം. ഓരോന്നായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ ഇത്രയും SKU ഒരുമിച്ച് ഒരു പുതിയ കമ്പനിയിൽ നമ്മൾ എടുക്കുമ്പോൾ ആ ഡീലർ ആ കമ്പനിയുടെ പുറത്ത് എത്ര ബുള്ളിഷാണ്, ആ കമ്പനിയുടെ പുറത്ത് എന്തോരം ട്രസ്റ്റ് നമുക്കുണ്ടെന്നുള്ളതിൻ്റെ ഒരു ലൈവ് എക്സാമ്പിൾ ആണ് ഈ കാണുന്നത്. സോ കെറോനൈറ്റ് ഫോർ യു. അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം ഇതിന്റെ ഫിനിഷസുമായിട്ട്. ഫിനിഷിൽ എല്ലാ കമ്പനിക്കും ഉള്ള പോലെ പോളിഷ്ഡ് ഫിനിഷ് ഉണ്ട്, മാറ്റ് ഫിനിഷ് ഉണ്ട്, കാർവിംഗ് ഫിനിഷ് ഉണ്ട്. അപ്പൊ ഈ 3 ബേസിക് ഫിനിഷസ് ഉണ്ട്. ഹൈ ഗ്ലോസ് ഫിനിഷസും ഉണ്ട്, പക്ഷെ നമ്മളത് തൽക്കാലം ഓപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മൈക്കലാഞ്ചലോ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് ഡിസൈൻ. ആ ഡിസൈൻ നമുക്ക് ഇതുവരെ കജാരിയുടെ അല്ലെങ്കിൽ നമുക്ക് ഒരു കമ്പനിയിലും ബ്രാൻഡഡ് ഐറ്റത്തിനകത്ത് നമുക്ക് നമ്മുടെ ഷോറൂമിൽ ഇല്ലായിരുന്നു. പക്ഷെ കെറോനൈറ്റിനകത്ത് നമുക്കിപ്പോൾ അത് വന്നിട്ടുണ്ട്. മൈക്കലാഞ്ചലോ ഇപ്പം കാർവിംഗ് ഫിനിഷിലും പോളിഷ് ഫിനിഷിലും നമുക്ക് അവൈലബിൾ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ അത് കാണിക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് ഫ്രോം കളർ. ഞാൻ പറഞ്ഞ പോലെ ബേസിക്കലി ഗ്രേ കാറ്റഗറിയിൽ വരും അല്ലെങ്കിൽ ബ്രൗൺ കാറ്റഗറിയിൽ വരും. അപ്പം ഗ്രേ ബ്രൗൺ കോമ്പിനേഷനിലാണ് നമ്മൾ ഡിസ്പ്ലേ ഇട്ടേക്കുന്നത്. സോ ബ്രേസിയ പേൾ. സോ കെറോനൈറ്റിന്റെ ബ്രേസിയ ബ്രേസിയയുടെ അത്രയും വൈബ്രന്റ് അല്ല, അത്രയും കളറിന്റെ കോൺട്രാസ്റ്റ് ഇല്ല. ഇത് വേറൊരു ടൈപ്പ് ബ്രേസിയാണ്. നമുക്ക് മോണോലിത്തിനകത്തും ഇതേ ബ്രേസിയ ആണുള്ളത്. ഇതിനകത്ത് കളർ കോൺട്രാസ്റ്റ് കുറവാണ്, പക്ഷേ വളരെ ലൈറ്റ് ജെന്റിൽ വളരെ എക്ലക്റ്റിക് ആയിട്ടുള്ള ഒരു ബ്രേസിയ ആണ് ഇവര് സങ്കല്പിച്ചേക്കുന്നതും പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ക്വാളിറ്റി, സർഫേസ് ക്വാളിറ്റി ഈസ് ഇംപെക്കബിൾ, ആസ് ഗുഡ് ആസ് കജാരിയ അല്ലെങ്കിൽ RAKയുടെ ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ അതേ ക്വാളിറ്റിയാണ് ഇതിന്റെ സർഫേസിനുള്ളത്. ഇനി അതിന്റെ തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാൽ ഓഷ്യൻ ഗ്രേ പോളിഷ് ഫിനിഷിലാണ്. ലൈറ്റ് ഗ്രേ കളർ, വളരെ ബ്യൂട്ടിഫുൾ ഒരു ഡിസൈൻ ആണ്. അടുത്ത നമ്മൾ നോക്കിയ അർമാനി ഗ്രേ മാറ്റ്. ഇതൊരു മാറ്റ് ഫിനിഷ് സ്റ്റൈലാ വിത്ത് മാർബിളിന്റെ പ്രിന്റാ. മാർബിൾ എന്ന് പറഞ്ഞാൽ നോർമൽ വെയിനുള്ള മാർബിൾ. വെയിനുള്ള പല മാർബിൾസും ഉണ്ട്. മാർബിൾ ലോകത്തെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്ന പോലെ അതിനകത്ത് ഇത് പെടത്തില്ല. കാരണം ജനറലി ഇതുപോലത്തെ ഈ വെയിനുള്ള മാർബിൾ അല്ലെ ക്രാക്സ് ഉള്ള മാർബിൾ ഒരുപാട് തരമുണ്ട് ഇറ്റാലിയൻ മാർബിൾസിൽ. സോ നമ്മളിപ്പോൾ ഈ കാണുന്ന പെർഹാപ്പ് അർമാനി എന്ന് പറയുന്ന ഒരു എല്ലാവർക്കും ടൈൽ എപ്പോഴും വിസിറ്റ് ചെയ്യുന്നവർക്ക് അറിയാം. അർമാനി എന്ന് പറയുന്ന ഒരു പ്രിന്റ് ഉണ്ട്. ഇപ്പോൾ അർമാനിയുടെ ഒരു വേരിയേഷൻ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ഓഫീസ് സ്പേസ്, പേഴ്സണൽ സ്പേസ്, ഹോം, ബെഡ്റൂംസ് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. വളരെ റിച്ച് ആയിട്ടുള്ള നല്ല കളർ ഗ്രേഡേഷൻ ഉള്ള മാറ്റ് ഫിനിഷ് ആണ്. ഈസി ടു യൂസ് മാറ്റ് സർഫേസ് ആണ്. ഒരു മെയിൻ്റനൻസും ഇതിനകത്ത് വരത്തില്ല. നെക്സ്റ്റ്, ഇത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് കെറോനൈറ്റിനകത്ത്. കാരണം ഇതിന്റെ ബ്രൈറ്റ്നസ് ആണ്. ഈ മാർബിൾ എന്ന് പറഞ്ഞാൽ ട്രാവർട്ടീൻ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ മാർബിളാണ്. ഒരു സൂപ്പർ സ്റ്റാർ മാർബിൾ കാറ്റഗറി പെടുന്ന ഒരു മാർബിളാണ്. ഇപ്പോൾ ട്രാവർട്ടീൻ്റെ ഒരു വേരിയന്റ് ആണ്, ഒരു ഡിസൈൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതിന്റെ പേര് റോമ മാർബിൾ പോളിഷ് എന്നാണ്. പക്ഷേ ഇതിനകത്തുള്ള ക്രീം കളർ, ക്രീമിനകത്ത് പക്ഷേ അതിന്റെ ബേസ് കളറിന്റെ ബ്രൈറ്റ്നസ് അൺബിലീവബിൾ ആണ്. ബാത്റൂംസ് ഒക്കെ ചെയ്യാൻ ഇത് വളരെ സിംഗിൾ ടൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഈ ടൈല് ബാത്റൂംസിന് ഏറ്റവും ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ് ഈ ഫുൾ കളക്ഷനകത്ത്. പിന്നെ അടുത്ത പിയട്ര ഗ്രേ പോളിഷ്, പിയട്ര ഗ്രേ ഡാർക്ക് ഗ്രേ പോളിഷ്. സോ ബേസിക്കലി നമ്മുടെ പിയട്രയും ഇതേപോലെ സൂപ്പർ ഹിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇറ്റാലിയൻ മാർബിൾ കാറ്റഗറീസിൽ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു വേരിയേഷൻ ആണ് പിയട്ര എന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ ഓർത്തോണം അതിനകത്ത് വൈറ്റ് കളറിലെ ലൈൻസ് ഒരു ഡയറക്ഷനും ഇല്ലാതെ റാൻഡം ആയിട്ട് ഓടുന്നുണ്ട്. അപ്പം അങ്ങനെ ഏതൊരു കളറിനകത്തും വൈറ്റ് ക്രിസ്റ്റൽസ് വന്ന് ലൈനായിട്ട് അല്ലെ ക്രാക്ക് ആയിട്ട് അല്ലെ വെയിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടെങ്കിൽ അത് പിയട്ര ക്ലാസ് ഓഫ് മാർബിൾ ആണ്. അപ്പം പിയട്രയുടെ നല്ലൊരു വേരിയേഷൻ ആണ് ഇവിടെ തന്നേക്കുന്നത്. വീട് മൊത്തം വിരിക്കാനുള്ള ഓർഡേഴ്സ് ഇതിന് വരുന്നുണ്ട്. പിന്നെ ഒരു ഡാർക്ക് കാറ്റഗറി നമ്മൾ എടുത്തേക്കുന്നത് സിറ്റ് ഔട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ പ്ലേസസിന് ഡാർക്ക് ഇടാനും പിന്നെ അതുകൂടാതെ ബാത്റൂമിൽ കോൺട്രാസ്റ്റിനും വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. സോ പിയട്ര ഈസ് ഡൺ. ഇനി ബ്രേസിയ പോലെ തന്നെ ഇയോൺ എന്ന് പറയുന്നതും ഒരു ഇറ്റാലിയൻ മാർബിൾ ക്ലാസ് ആണ്. അതിനകത്ത് വലിയ പാച്ചസ് വരുന്ന ഒരു മാർബിളാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കാരണം വിൽ കീപ് ഇറ്റ് ഷോർട്ട്. അപ്പം ഇയോൺ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഓഫ് മാർബിൾ ഉണ്ട്. ഒറിജിനൽ മാർബിൾ ഫീൽഡിൽ വളരെ ഫേമസ് ആണ്. ഒരുപാട് സോട്ട് ആഫ്റ്റർ ഒരു ഡിസൈൻ ആണ്. സോ ഇയോൺ നാച്ചുറൽ
നമുക്കിപ്പോൾ ഇവിടെ കെറോനൈറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇയോൺ നാച്ചുറൽ സിമ്പിൾ ക്രീം കളർ ഇഷ്ടപ്പെടുന്നു, ഇത്തിരി ഗ്രെയിൻസ് വേണം, കുറച്ച് ഡിസൈൻ വേണം, വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ, ഒരു വീട് മൊത്തം ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. ദെൻ അതിന്റെ താഴെ ഫാന്റസി മാർബിൾ, നമുക്കറിയാം മാർബിൾ പ്രിന്റ് ആണ്, ഭയങ്കര ഡാർക്ക് ആണ്. ബേസിക്കലി ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ബാത്റൂംസിന് യൂസ് ചെയ്യാനുള്ള കോമ്പിനേഷൻ ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ടൈലിലേക്ക് വരും, റിവ സ്റ്റോൺ പേൾ. റിവ സ്റ്റോൺ പേൾ പെർഹാപ്പ് കെറോനൈറ്റിന്റെ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ ടൈൽസിൽ ഒന്നാണ്. കെറോനൈറ്റ് ലോഞ്ച് ആയിട്ട് 6 മാസം എങ്ങാണ്ട് ആയതേ ഉള്ളൂ, 6 മാസം 8 മാസം ആയതേ ഉള്ളൂ. ഓൾറെഡി ഈ മെറ്റീരിയൽ ടൈൽ ഡീലർ സർക്യൂട്ടിൽ ഭയങ്കര ഫേമസ് ആണ്. ഇനി നമ്മുടെ വീഡിയോയും കൂടെ കഴിയുമ്പോൾ ഇതിന്റെ ഫേമസ്നെസ് കുറച്ചുകൂടെ കൂടും. അപ്പം റിവ സ്റ്റോൺ പേൾ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കാർവിംഗ് ടൈൽ ഐ ഹാവ് പേഴ്സണലി എവർ സീൻ. എന്തെങ്കിലും എനിക്കൊരു പേഴ്സണൽ കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നോ ഡൗട്ട് റിവ സ്റ്റോൺ പേൾ അവിടെ കയറും. കാരണം അത്രയും ഫിനിഷ്, അത്രയും ബ്യൂട്ടിഫുൾ കാർവിംഗ് ആണ് ഇതിനകത്ത്. ഷാലോ കാർവിംഗ് അല്ല, ഡീപ് കാർവിംഗ് തന്നെയാണ് ഇവർ തന്നേക്കുന്നത്. കെറോനൈറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ പ്രൈസിംഗ് ആണ്. അതായത് എൻറ്റയർ റേഞ്ച് ഓഫ് ദിസ് പ്രൊഡക്റ്റ് ഈസ് അറൌണ്ട് 50 rupees ഓർ സബ് 50 rupees. അപ്പം അത്രയും നല്ല പ്രൈസിംഗ് ഈ ക്വാളിറ്റിയിൽ കിട്ടുന്നതാണ് കെറോനൈറ്റിനെ ഒരു വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആക്കുന്നത്. ഞാൻ ആദ്യം വീണ്ടും പറയാം, ഒരു 5 വർഷം നിങ്ങൾ മാർക്ക് ചെയ്തോ, ഇന്നേക്ക് ഒരു 5 വർഷം ആകുമ്പോഴത്തേക്ക് കെറോനൈറ്റ് ഇന്ന് നമ്മൾ കജാരിയ, ആറേക്കെ അല്ലെങ്കിൽ സൊമാനി എന്ന് കേൾക്കുന്ന പോലെ ഒരു ബ്രാൻഡായിട്ട് വളരും. കാരണം ഇതിന്റെ ട്രജക്ടറി, ഇതിന്റെ ഗ്രോത്ത് ട്രജക്ടറി അങ്ങനെയാണ് പോകുന്നത്. സോ കമ്മിങ് ബാക്ക് ടു ദ ഫിനിഷർ, റിവ സ്റ്റോൺ പേൾ ലൈറ്റ് ഗ്രേ കളർ കാർവിംഗ്, ഇനിയും ബ്രൗൺ കാർവിംഗ്സും ഉണ്ട്, ലൈറ്റ് ക്രീം കാർവിംഗ്സും ഉണ്ട്. പക്ഷെ അതൊക്കെ ഇനി വരുന്ന സബ്സിക്വന്റ് ലോഡ്സിൽ വരുമ്പം ഇതേപോലെ അതിന് ലോഞ്ച് കാണും. സോ റൈറ്റ് നൗ വി ഹാവ് ഇൻ ലൈറ്റ് ഗ്രേ കളർ. ഇതിന്റെ താഴെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഗ്രേ മാറ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ മാറ്റ് ഫിനിഷ് സ്റ്റൈലായി. സിമ്പിൾ മാറ്റ് ഫിനിഷ് സ്റ്റൈലിനകത്ത് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം ഡിസൈനർ സിസ്റ്റത്തിനകത്ത് ഡിസൈൻ ചെയ്യാൻ ഇരിക്കുമ്പോൾ അവർക്ക് അൺലിമിറ്റഡ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് വേരിയേഷൻസ് അവർക്ക് ഇതിനകത്ത് കൊണ്ടുവരാം. സോ ഫൈനൽ പ്രിന്റിൽ 1, 2 അല്ല 3 ഡിസൈനേ പോകത്തുള്ളൂ. സോ ഇൻഫൈനൈറ്റിന്ന് 2, 3 ഡിസൈൻ പിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒരിക്കലും അത് സ്പോട്ട് ഓൺ ആവണമെന്നില്ല. പലർക്കും ഇത് മിസ്സായി പോകാറുണ്ട് ഡിസൈനേഴ്സിന്. പക്ഷേ കെറോനൈറ്റിന്റെ കേസിൽ കോൺക്രീറ്റ് ഗ്രേ മാറ്റ് ഒരു സ്റ്റണ്ണർ ആണ്. അതായത് ഈ ഒരു കോൺക്രീറ്റ് ഫിനിഷ്, ഇതിനകത്ത് ഇട്ടേക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം അൺഇമാജിനബിളി ബ്യൂട്ടിഫുൾ ആണ്. സ്വല്പം ഡാർക്ക്, ഐ തിങ്ക് ഇതിന്റെ ലൈറ്റ് ഷെയ്ഡും ഉണ്ട്. നമുക്ക് സബ്സിക്വന്റ് ലോഡ്സിനകത്ത് അത് വരും. കോമ്പിനേഷനിൽ ഇടുമ്പോൾ സൂപ്പർ ആയിരിക്കും. ഇന്ന് കോൺക്രീറ്റ് ഫിനിഷിൽ തിളങ്ങി നിൽക്കുന്ന കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന് കജാരിയ എറ്റേണിറ്റിയുടെ ഓസ്ലോ മർഫിൽ ആൻഡ് ഓസ്ലോ ഗ്രിസ്, അതാണ് നമ്പർ 1 സിമെന്റീഷ്യസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ബീറ്റ് ചെയ്യാൻ മാർക്കറ്റിലെ വേറെ പ്രോഡക്റ്റ് ഇല്ല. പിന്നെ സെക്കൻഡ് നമ്മൾ വരുവാണെങ്കിൽ നിറ്റ്കോയുടെ നൂറിയ മിസ്റ്റ് ആൻഡ് നൂറിയ ഗ്രിസ് ഗ്രേ സിമെന്റീഷ്യസ് ഫിനിഷ് ആവശ്യപ്പെടുന്നവർക്ക് അനദർ ഈക്വലൻ ടു കജാരിയ എറ്റർണിറ്റി ഓസ്ലോ സീരീസ് ആണ് നിറ്റ്കോയുടെ നൂറിയ മിസ്റ്റും നൂറിയ ഗ്രിസും. നമ്മൾ ആറേക്കയിലോട്ട് വരുവാണെങ്കിൽ ഐ തിങ്ക് അതിനകത്ത് 2 യൂറോ എലിഗന്റ് എന്ന് പറഞ്ഞ ഒരു ലോ കോസ്റ്റ് വെർഷനും ഉണ്ട്, അതേപോലെ വേറൊരു വേരിയന്റും കൊണ്ടുണ്ട്. പക്ഷെ അത് മാർക്കറ്റിൽ അത്രയും അങ്ങോട്ട് ഇതായിട്ടില്ല. നമുക്ക് ഇന്ന് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എപ്പോഴും ഓസ്ലോ സീരീസ് ആണ് കജാരിയ എറ്റർണിറ്റി. ബട്ട് അതിനെ പാരലായിട്ട് തന്നെ കെറോനൈറ്റ് ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് ഒരു എൻറ്റയർലി ഡിഫറെന്റ് ടേസ്റ്റ് ഓഫ് സ്റ്റെയിൻ കോൺക്രീറ്റ് ആണ് ഇവിടെ വന്നേക്കുന്നത്. കാരണം പേഴ്സണലി ഞാൻ ഒരുപാട് താല്പര്യത്തോടെ ഈ സാധനങ്ങൾ ഫോളോ ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഒരു ഡോട്ട്സ് ഉണ്ട്, ആ ഡോട്ട്സ് വളരെ യുണീക്ക് ആണ്. പിന്നെ കളറിനകത്ത് ചെറിയ ഗ്രേഡേഷൻ ഉണ്ട്. ഇൻ ഷോർട്ട് റൂംസിനകത്ത് ഇത് വിരിച്ചു കഴിഞ്ഞാൽ അത്രയും സെറീൻ ഫീല് വേറെ ഒരു ടൈലിനകത്തും ഇതിനകത്ത് വരത്തില്ല. എക്സ്ട്രീംലി സെറീൻ കാം ഫീൽ റൂംസിന് വരണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ കോൺക്രീറ്റ് ഗ്രേ ബൈ കെറോനൈറ്റ്. കെറോനൈറ്റിന്റെ പകുതി കളക്ഷൻ നമ്മൾ കണ്ടു, ബാക്കി പകുതി നമ്മൾ കാണാൻ പോകുന്നു. പക്ഷേ കെറോനൈറ്റിന്റെ സെക്ഷനിൽ കുറച്ച് സ്ഥലം ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആറേക്കയുടെ 2 പുതിയ സാധനം ഇപ്പോൾ ഇറങ്ങി, അത് 2 ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഒറിജിനൽ വീഡിയോ ആറേക്കയുടെ ചെയ്ത സമയത്ത് ഇത് 2 എത്തിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് ഇതിനെക്കുറിച്ചും 2 വാക്ക് പറയാം. നമ്മളിപ്പം കണ്ട് ആറേക്കെ വീണ്ടും മോട്ടീഫ് എന്ന, അല്ലെങ്കിൽ നമ്മളൊരു 5-6 വർഷം മുമ്പ് നമ്മൾ തഴഞ്ഞ ഒരു കൺസെപ്റ്റ് ആയിരുന്നു ചെറിയ ടൈൽസിനകത്ത് പൂക്കളും മോട്ടീഫ്സും ഒക്കെ ആയിട്ട്. പക്ഷേ ഇപ്പം അത് മാർക്കറ്റിൽ നിന്ന് മൊത്തത്തിൽ മാഞ്ഞു പോയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കസ്റ്റമർ ഡിമാൻഡ് അതിന് വീണ്ടും ഹ്യൂജ് ആയിട്ട് വന്ന് ആറേക്കെ അത് കറക്റ്റ് ആയിട്ട് സെൻസ് ചെയ്തു. ഇപ്പൊ ആറേക്കെ ഒരു എൻറ്റയർ സീരീസ് തന്നെ നമ്മുടെ തന്നെ ഇപ്പൊ 2 ഓൾറെഡി സ്റ്റോക്കിലുണ്ട്. 2 വരുന്ന വണ്ടിക്കകത്ത് അല്ല വരുന്ന ലോഡ്സിനകത്ത് ഉണ്ട്. അപ്പൊ 4 ഇത് നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട്. നമുക്ക് നിറ്റ്കോയ്ക്കകത്ത് മോട്ടീഫ് വരുന്നുണ്ട്. അപ്പം കജാരിയയിൽ നമ്മൾ മോട്ടീഫ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ബേസിക്കലി ബാത്റൂംസിനകത്ത് കുറച്ച് ഫിഗേഴ്സ് വേണം എന്നുള്ള ഒരു സ്ട്രോങ് ഡിമാൻഡ് മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ട്. ആറേക്കെ അതിനെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ബേസ് ടൈലിന് ഒരു പ്രിന്റ് ഉണ്ട്, ഏതെങ്കിലും ഒരു മാർബിളിന്റെ പ്രിന്റ് ആയിരിക്കും. ഈ മോട്ടീഫ് ടൈൽ സെപ്പറേറ്റ് ടൈൽ അല്ല. സോ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതിനകത്ത് ഇപ്പം നിറ്റ്കോ ആണെങ്കിലും അല്ലെങ്കിൽ കജാരിയ ആണെങ്കിലും ഏത് കമ്പനി ആണെങ്കിലും ഈ മോട്ടീഫ് ടൈൽ എൻറ്റയർലി
ഡിഫറെന്റ് ഒരു ടൈലായിരിക്കും. പക്ഷെ ഇവിടെ അറയൊക്കെ ചെയ്തേക്കുന്നത് എന്താ വെച്ചാൽ ഈ മാർബിൾ തന്നെ ഈ ടൈലിന്റെ ഡെക്കോറിന്റെ ബാക്കിലും ആ മാർബിൾ തന്നെ ഉണ്ട്. സോ വിച്ച് മീൻസ് ഇത് ഇങ്ങനെ കണ്ടിന്യൂറ്റി വന്നിട്ട് ഇത് തിരിച്ച് ലൈറ്റിലേക്ക് പോകുമ്പോഴും ബാക്ക്ഗ്രൗണ്ട് കണ്ടിന്യൂറ്റി തെറ്റത്തില്ല. എന്നിട്ട് മോട്ടീഫ് ടൈൽസിന്റെ പുറത്ത് അഡീഷണൽ ഒറിജിനൽ ഡിസൈനിനകത്ത് തന്നെ ആ മാർബിളിന്റെ പുറത്ത് ഒരു ഫിഗർ അല്ലെ പൂക്കളാകാം വേറെ ഡിസൈൻസ് ആകാം അത് അവർ ഇട്ടിട്ടുണ്ട്. സോ ഇത് വളരെ യൂണീക്ക് ആണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ലൈറ്റും ഡാർക്കും വരില്ല. സോ ലൈറ്റ് മാത്രമായിരിക്കും എൻറ്റയർ ബാത്റൂം. അത് ബാത്റൂമിനെ കുറച്ചുകൂടെ ബ്രൈറ്റ് ആക്കും, വലുതാക്കും, കുറച്ചുകൂടെ കാണാൻ ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമാണ്, കുറച്ചുകൂടെ എക്ലക്റ്റിക് ആക്കും. ഇതിനകത്ത് നമുക്ക് കോൺട്രാസ്റ്റ് വരാൻ പോകുന്ന ഫ്ലോറിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതാണ് കളർ യൂസ് ചെയ്യുമെങ്കിൽ നമുക്ക് ടോപ്പ് എന്ന് പറയുന്ന ഒരു കളർ, അതായത് ഈ പൂവിനകത്ത് കാണുന്ന ഈ കളർ ആയിരിക്കും നമുക്ക് ഫ്ലോറിൽ വരുന്നത്. അപ്പം ആ ബാത്റൂം സെറ്റായി. സോ അപ്പോൾ നമ്മൾ ബാത്റൂമിനകത്ത് കയറുമ്പോൾ നമ്മൾ രണ്ട് കളറേ കാണത്തുള്ളൂ. ഫ്ലോറിൽ കിടക്കുന്ന ടോപ്പേ കളറും വാളിൽ മൊത്തം കിടക്കുന്ന ഈ മാർബിളും. പിന്നെ ഈ ഫിഗർ എവിടെ ഉപയോഗിക്കുന്നോ 4 പീസ് ഷുഡ് ബി സഫിഷ്യന്റ്. ആ 4 പീസ്. സോ ബാത്റൂം ഷുഡ് ലുക്ക് അമേസിംഗ്ലി വെൽ. നല്ല സെയിലുണ്ട്, നല്ല റിപ്പീറ്റ് ഓർഡേഴ്സ് ഉണ്ട്. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി കമന്റ് ചെക്ക് ഇറ്റ്. അതേപോലെ അറേഗയുടെ അടുത്ത ഒരെണ്ണമാണ് ഇത് ഐറിഷ് ബിയാങ്കോ ആണ്. ഐറിഷ് ബിയാങ്കോയിൽ നമുക്ക് കാണാം ഒരു ബേസ് മാർബിൾ ഉണ്ട്. അതേ ബേസ് മാർബിൾ ഈ മോട്ടീഫിന്റെ ബാക്കിലും ഉണ്ട്. പക്ഷേ മോട്ടീഫായിട്ട് ഇവിടെ ചെയ്തേക്കുന്ന ഒരു എംബ്രോയിഡറി ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. അതായത് എംബ്രോയിഡറി നമ്മൾ വൈറ്റ് ക്ലോത്ത് എടുത്തിട്ട് അതിനകത്ത് എംബ്രോയിഡറി ചെയ്ത ഈ ഡീറ്റെയിൽസ് എല്ലാം ഈ ബ്ലൂ കളറിലെ ലീവ്സിനകത്ത് ആ തുന്നലിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പൂവിന്റെ ഇലയുടെ കളർ ഒരു ബ്ലൂയിഷ് ഗ്രേ കളറാ, ബ്ലൂ കുറച്ച് ഹെവിയാ. സോ ദ ഹോൾ ബാത്റൂമിനകത്ത് ഇത് മർഫിൽ കളറാ. അപ്പൊ മർഫിൽ എവറിഥിങ് വരും. മോട്ടീഫ് 4 പീസ് ഇത് വരും. അതിന്റെ ഫ്ലോർ വരാൻ പോകുന്ന ബ്ലൂ കളർ മാറ്റ് ഫിനിഷ് ഫ്ലോർ ആയിരിക്കും. അമേസിംഗ് ലുക്ക് ആണ്. ഈ രണ്ടിലും കൂടുതലും സെല്ലാവുന്ന ഐറിഷ് ബിയാങ്കോ ആണ്. സോ തിരിച്ച് നമ്മൾ കെറോനൈറ്റിലേക്ക് വരാം. കെറോനൈറ്റിലെ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന ഒരു വുഡാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ഇപ്പോൾ ഓർത്തതാ. കെറോനൈറ്റ് എന്ന ബ്രാൻഡിനെ നിങ്ങൾ നല്ല രീതിയിൽ നോട്ട് ചെയ്തോ. മാർക്കറ്റ് സ്വീപ്പ് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. മാർക്കറ്റ് സ്വീപ്പ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബ്രാൻഡാണ്. പ്രൊമോട്ടേഴ്സ് ആണ് ഇതിന്റെ പുറയിലുള്ളത്. വളരെ താമസിക്കാതെ, കാരണം ഐ തിങ്ക് ഇപ്പോൾ ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ടില്ല. ഇത് ഇപ്പോഴും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. പക്ഷേ ഇതിന്റെ മൂവ്മെന്റ് ഇതേപോലെ ആണെങ്കിൽ വിതിൻ 1 ഇയർ ഈ കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആവും. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയാൽ ഒരു പക്ഷേ കമ്പനിയുടെ സൈസ് ചെറുതായതുകൊണ്ട് ചിലപ്പോൾ SME ലിസ്റ്റിംഗിൽ വരും. SME ലിസ്റ്റിംഗിൽ വരുവാണെങ്കിൽ നമുക്കറിയാം ലോട്ട്സിലെ ഷെയർ മേടിക്കാൻ പറ്റത്തുള്ളൂ. മേടിക്കുക 10,000 ആണെങ്കിലും 20,000 ആണെങ്കിലും 25,000 ലോട്ട് ആണെങ്കിലും എത്ര ലോട്ട് ആണെങ്കിലും നിങ്ങളെ കൊണ്ട് ആവുന്ന ഷെയർ മേടിക്കുക. കാരണം നെക്സ്റ്റ് 5 ഇയേഴ്സ് ദിസ് ഈസ് ഗോയിങ് ടു ടേൺ ഇൻ ടു പ്യുവർ ഗോൾഡ്. സോ കമ്മിങ് ബാക്ക് ടു കെറോനൈറ്റ്, നമ്മൾ ഇത് കാണുന്ന ഹെംലോക്ക് നാച്ചുറൽ ഇപ്പൊ സത്യം പറഞ്ഞ ടൈൽ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ഇളക്കി വെച്ചേക്കുന്ന ഒരു ഡിസൈൻ ആണ്. കാരണം ഇറങ്ങിയിട്ട് 6 മാസം ആയതേ ഉള്ളൂ. പക്ഷേ കണ്ടെയ്നർ കണക്കിനാണ് നമുക്ക് ഹെംലോക്ക് നാച്ചുറലിന് ഓർഡർ വരുന്നത്. നമുക്ക് ഇവിടെ കിട്ടിയിട്ട് ഇപ്പോൾ 1 മാസം ആയതേ ഉള്ളൂ. പക്ഷേ 6 മാസം മുമ്പേ ചെയ്യുന്ന ഡീലേഴ്സിന്റെ ഫീഡ്ബാക്ക് ആണ് ഞാൻ ഈ പറയുന്നത്. സോ ഹെംലോക്ക് നാച്ചുറൽ വളരെ ബ്യൂട്ടിഫുൾ ഒരു വുഡിന്റെ ഷെയ്ഡാണ്. ഒട്ടും സ്ട്രക്ചർഡ് സർഫേസ് അല്ല, വിച്ച് മീൻസ് വളരെ പ്ലെയിൻ സർഫേസ് ആണ്. ഹെവി ഗ്ലേസ് ആണ്, വിച്ച് മീൻസ് ഈസി മെയിൻറ്റെയിൻ ചെയ്യാൻ, ഈസിയാ, തേഞ്ഞു പോകത്തില്ല. അതേപോലെ കാണാൻ സ്മൂത്താ, നടക്കാൻ മാറ്റ് ഫിനിഷും ഉണ്ട്. സോ എവറിഥിങ് ദാറ്റ് യു വാണ്ട് ഇൻ എ ടൈൽ ഈസ് ഹിയർ. സ്വല്പം ഡാർക്കാ, ബട്ട് ദെൻ വുഡ് ഡാർക്ക് അല്ലെങ്കിൽ പിന്നെ ഡസന്റ് ലുക്ക് ഗുഡ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം എലഗൻസ് ഗ്രേ. ഒരു ഗ്രേയുടെ വളരെ ബ്യൂട്ടിഫുൾ ഒരു ഷെയ്ഡാണ്. ഇച്ചിരി ഡാർക്കാ, സ്വല്പം ഡാർക്കാ, പക്ഷെ നല്ല ഗ്രേഡേഷൻ ഉണ്ട്. ബ്ലാക്ക് പാച്ച് മുതൽ വൈറ്റ് പാച്ച് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ഗ്രേ ഷെയ്ഡ് ഉണ്ട്. പിന്നെ നമുക്ക് അടുത്ത് വന്നേക്കുന്നത് ഓഫ് കോഴ്സ് നമ്മൾ സാച്ചുവാരിയെ കുറിച്ച് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. സാച്ചുവാരിയോ കുറിച്ച് ആയിരുന്നു ആ വീഡിയോ മൊത്തം. അപ്പൊ അതിനകത്ത് നമ്മൾ ഐ തിങ്ക് ഇത് കവർ ചെയ്തിട്ടുമുണ്ട് ഈ സാച്ചുവാരിയോ. സോ ഇന്ന് ഇപ്പം നമ്മൾ വേറൊരു ആംഗിളിൽ നിന്ന് അതിനെ കാണാൻ പോകുന്നത്. ഇത് കെറോനൈറ്റിന്റെ സാച്ചുവാരിയോ വെനാറ്റോ എന്ന് പറയുന്ന ഒരു സാച്ചുവാരിയോ ഡിസൈനാണ്. നിങ്ങൾ വിശ്വസിക്കത്തില്ല, നോർമലി ഒരു കമ്പനിക്ക് 1 അല്ലെങ്കിൽ 2 സാച്ചുവാരിയോ ഡിസൈൻ കാണും മാക്സിമം. അതും പ്രൊഡക്ഷനിൽ. കാറ്റലോഗിനകത്തേ 2 കാണത്തുള്ളൂ. അത് 2ഉം പ്രൊഡക്ഷനിലും കാണും. കെറോനൈറ്റ് എന്റെ അറിവിൽ ഈസ് ദ ഓൺലി കമ്പനി കാറ്റലോഗിനകത്ത് തന്നെ ഒരു 12നും 15നും ഇടയ്ക്ക് ഡിസൈൻസ് ഉണ്ട്. ഈ 12ഉം 15ഉം ഡിസൈൻ പ്രൊഡക്ഷനിലും ഉണ്ട്. സോ ദിസ് ഈസ് അമേസിംഗ്. ഈ 15 ഡിസൈൻ ഒരു കടക്കാർക്കും ഡിസ്പ്ലേ ഇടാൻ പറ്റത്തില്ല, സ്റ്റോക്കും എടുത്തു വെക്കാൻ പറ്റത്തില്ല. സോ ടു ദ ബെസ്റ്റ് ഓഫ് അവർ നോളജ്, ഞങ്ങളുടെ ടേസ്റ്റ് വെച്ച് ഞങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തു. സാച്ചുവാരിയോ വെനാറ്റോ പക്ഷേ ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഡയറക്ഷണൽ ഗ്രെയിൻസ് ആണ്, ഒത്തിരി റാൻഡം അല്ല. പേഴ്സണലി എനിക്ക് റാൻഡം പോകുന്ന ലൈൻസ് എനിക്ക് ഇഷ്ടമല്ല. കസ്റ്റമേഴ്സിന്റെ ചോയ്സും 90% അത് തന്നെ. എപ്പോഴും ഡയറക്ഷണൽ ഗ്രെയിൻസിനാണ് കൂടുതൽ നമുക്ക് ഡിമാൻഡ് വരുന്നത്. സോ ഡയറക്ഷണൽ ഗ്രെയിൻസ് ആണെങ്കിൽ പോലും അത് അങ്ങ് സ്കെയിൽ വെച്ച് വരച്ച കണക്ക് ഒരു ഡയറക്ഷണൽ ഗ്രെയിൻസ് അല്ല. സോ നമുക്ക് കാണാം ഈ ഒരു ലൈൻസിന്റെ ആംഗിൾ അല്ല ഈ നടുക്കുള്ള ലൈനിന്റെ ആംഗിൾ. പക്ഷേ ഇതിന്റെ ലീനിങ് ഒരേ സൈഡിലോട്ടാണ്. സോ വിച്ച് മീൻസ് ഈ ലൈൻ ഇവിടെ ഇങ്ങോട്ട് പോകുന്നെങ്കിൽ അടുത്ത ലൈൻ ഇവിടുന്ന് അങ്ങോട്ടല്ല പോകുന്നത്. സോ അത് തന്നെ റാൻഡം ആക്കും. ഇവിടെ നമുക്ക് നോക്കാം ലൈൻസ് എല്ലാം ഡയറക്ഷൻ അല്ല, പക്ഷേ ലീൻ ആംഗിളിൽ ഡിഫറൻസ് ഉണ്ട്. സോ ഇത്
ഫ്ലോറിൽ വീഴുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ബാലൻസ്ഡ് ഒരു സ്റ്റാച്ചുവാരി ആയിരിക്കും. അതിന് തന്നെ ഹൈലൈറ്റർ ആയിട്ട് ബാത്റൂമിന് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ബ്ലൂ ഫ്ലോർ ഇഷ്ടമുള്ളവർക്ക് ബ്ലൂ ഫ്ലോർ ആയിട്ട് യൂസ് ചെയ്യാൻ. ടോക്സിക് ബ്ലൂ വളരെ കറക്റ്റ് പേരാണ്. ഒന്നെങ്കിൽ ഇത് ആൾക്കെങ്കിലും ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടത്തില്ല. അതിന്റെ ഇടയ്ക്ക് ഒരു അഭിപ്രായം ഈ ടൈലിനെ കുറിച്ചില്ല. സോ പേരും അങ്ങനെയാണ് ഇട്ടേക്കുന്നത്, ടോക്സിക് ബ്ലൂ എന്നാണ് പേര്. സോ എൻജോയ് ദിസ്. നൗ ഇതാണ് നമ്മുടെ മൈക്കലാഞ്ചലോയുടെ സ്റ്റാർ ഓഫ് ദി കളക്ഷൻ. സ്റ്റാർ ഓഫ് ദി കളക്ഷൻ അത് കെറോനൈറ്റിൽ മാത്രമല്ല, ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രിന്റ്. മൈക്കലാഞ്ചലോ എന്നാണ് ഇതിന്റെ പേര്. നമുക്ക് ഓൾറെഡി മോണോലിത്തിനകത്ത് 160/80 സൈസിലേതുണ്ട്. നമുക്ക് 6x4 സൈസ് പോർഷ് ഫിനിഷ് ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക ആസ് വി സ്പീക്ക്. ഗോഡൌണിൽ ഇതിന്റെ 6x4 സൈസ് ഒരു കൺസൈൻമെന്റ് നമ്മുടെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇത് നിങ്ങൾക്ക് കാണാം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സെൻസറിനകത്ത് എത്ര പതിയുന്നുണ്ട്, ഇത് എങ്ങനെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് യു ഹാവ് ടു കം ആൻഡ് സീ ഇറ്റ് ഇൻ പേഴ്സൺ. മൈക്കലാഞ്ചലോ അമേസിംഗ് ഒരു പീസാണ്. വർക്കിന്റെ പേര് പോലെ തന്നെ മൊത്തത്തിൽ ഒരു യുണീക്ക് ലുക്ക് ഉണ്ട് ഈ ടൈലിന്. മർഫിൽ ബേസ് ആണ്. മർഫിൽ ബേസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ലൈറ്റ് ഗ്രേ ആണോ ലൈറ്റ് ബ്രൗണിന്റെ ഒരു മിക്സർ പോലത്തെ ഒരു കളറാണ് വരുന്നത്. അപ്പൊ മർഫിൽ വളരെ സൂതിങ് കളറാണ്. ടൈൽ ബേസ് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ്. സോ മർഫിലിനകത്ത് ഗ്രേ ഹൈലൈറ്റ്സ് ഉണ്ട്, പക്ഷേ റസ്റ്റ് ഹൈലൈറ്റ്സ് ആണ് കൂടുതൽ. സോ ദിസ് ഈസ് അമേസിംഗ്. ഈ മേളിലിരിക്കുന്ന 2 ടൈൽ അതിന്റെ പോളിഷ് ഫിനിഷും ഈ താഴെ ഇരിക്കുന്ന 2 ടൈൽ അതിന്റെ കാർവിംഗ് ഫിനിഷും ആണ്. മാറ്റ് അല്ല, കാർവിംഗ് ഫിനിഷ് ആണ്. കാർവിംഗ് ഫിനിഷ് എന്ന് പറയുമ്പോൾ ഈ ലൈൻസ് നമുക്ക് ഫീൽ ചെയ്യാം. ബാക്കിയുള്ളിടത്തെല്ലാം നോർമൽ മാറ്റ് ആയിട്ടിരിക്കും. സോ അനദർ യുണീക്ക് ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ഫ്രോം കെറോനൈറ്റ്. ഇത് നമ്മൾ ലാസ്റ്റ് 2 മെറ്റീരിയലിലേക്ക് വരാം. മേളിലിരിക്കുന്ന ഇതൊരു കാർവിംഗ് ടൈലാണ്, തണ്ടർ നാച്ചുറൽ. സോ പേര് പോലെ തന്നെ ഇടിവെട്ട് സാധനമാണ്. അതാണ് ഇതിന്റെ പേരിന്റെ ലിറ്ററൽ ട്രാൻസ്ലേഷൻ. സോ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. നോർമലി ഇത് മൈക്കലാഞ്ചലോ കാർവിംഗ് ലൈറ്റും ഇത് അതിന്റെ ഡാർക്ക് ഹൈലൈറ്ററും ആയിട്ട് ഫുൾ മാറ്റ് ഫിനിഷ് ബാത്റൂം പോകുമ്പോൾ പോകുന്ന ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ആ കോമ്പിനേഷൻ ഇവിടെ ഡിസ്പ്ലേ ഇട്ടിട്ടില്ല. ബട്ട് ആക്ച്വലി ഇത് രണ്ടുമാണ് കോമ്പിനേഷൻ. ദെൻ ഫൈനലി സ്റ്റാച്ചുവാരിയൊക്കകത്ത് തന്നെ ഞാൻ പറഞ്ഞ കെറോനൈറ്റിന് ഒരു 12ഓ 15ഓ ഡിസൈൻ ആക്റ്റീവ് ഡിസൈൻസ് ഉണ്ട്. ഞങ്ങൾ 2 എടുത്ത് ആദ്യം കണ്ട വെനാറ്റോയ്ക്കകത്ത് ബ്ലാക്ക് ലൈൻസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ സ്റ്റാച്ചുവാരിയോ ഗോൾഡിനകത്ത് ഒരു പേര് പോലെ തന്നെ ഒരു ഇച്ചിരി റസ്റ്റിന്റെ ഒരു ലൈനും ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. അഗെയിൻ ഡയറക്ഷണൽ ഗ്രെയിൻസാ, പക്ഷേ ആംഗിളിലല്ല പോകുന്നത്, ടൈലിന്റെ നീളത്തിൽ നേരെ പോകുന്ന ഒരു ഗ്രെയിൻസാ. ഇതും വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഗ്രെയിൻ സിസ്റ്റം ആണ്. വിരിച്ച ഫ്ലോസ് കാണാൻ ബ്യൂട്ടിഫുൾ ആണ്. സോ ഐ ഹോപ്പ് ചെറിയ വീഡിയോ ആയിരുന്നു, പക്ഷെ വലിയ ഇൻഫർമേഷൻ ആണ് തന്നേക്കുന്നത്. അപ്പം കെറോനൈറ്റ് ഇവിടുന്നാണെങ്കിലും എവിടുന്നായാലും നിങ്ങൾക്ക് കണ്ണുമടച്ച് വിശ്വസിച്ച് എടുക്കാവുന്ന ഒരു മെറ്റീരിയൽ ആണ്. ബെസ്റ്റ് പ്രൈസിംഗ് ഈസ് അറൌണ്ട് സബ് 50 റുപ്പീസ്. സോ പ്രൈസ് വൈസും വളരെ അട്രാക്റ്റീവ് ആണ്. ബ്രാൻഡിനെ പേടിക്കേണ്ട, ബ്രാൻഡ് സൂപ്പർ ബ്രാൻഡാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. സോ കം അഗെയിൻ, ഇതേപോലെ കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഞങ്ങളെ വിട്ട് കളയരുത്. ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. See you in the next episode.